എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ചിയാ സീഡ്സിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒത്തിരി ഗുണങ്ങളുള്ള ഒരു കുഞ്ഞു വിത്താണ് കേട്ടോ ഇത് ചിയാ സീഡ്സ്. ഇത് മിൻറ്റ് ഫാമിലി, അതായത് നമ്മുടെ പുതിനയുടെയൊക്കെ ഫാമിലിപ്പെട്ട ഒരു ചെടിയാണിത്. പിന്നെ ഇതിൽ ധാരാളം പ്രോട്ടീൻസ്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, പിന്നെ ഫൈബറുണ്ട്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്, നമ്മുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട്, ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പ്രോട്ടീൻസൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് നമുക്ക് നല്ലൊരു എനർജി കിട്ടാനും, പിന്നെ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് കുറയ്ക്കാനും, പിന്നെ ഇത് ഫൈബർ ധാരാളം ഉള്ളതുകൊണ്ട് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യാനും, പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മുടെ കൊളസ്ട്രോളിനെ സഹായിക്കാനും, കൊളസ്ട്രോളിൻ്റെ LDL, അതായത് ചീത്ത കൊളസ്ട്രോൾ കുറച്ചിട്ട് നല്ല കൊളസ്ട്രോളായ HDL നമുക്ക് കൂട്ടാൻ നമ്മുടെ ശരീരത്തിൽ കൂടി വരുന്നതായിട്ടും കാണാം. പിന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഒത്തിരി ഗുണങ്ങൾ ഇതിൻ്റെ ഉണ്ട്. അപ്പം നമുക്കിത് സ്പ്രൗട്ടായിട്ട് സ്പ്രൗട്ട് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കുതിർത്തെടുത്തിട്ട് ഒരു സ്പൂൺ ദിവസം ഒരു സ്പൂണ് അല്ലെങ്കിൽ മാക്സിമം 2 സ്പൂൺ വരെ നമുക്ക് കഴിക്കാം. പിന്നെ ഇത് സാലഡിലോ അല്ലെങ്കിൽ ജ്യൂസിലൊക്കെ ഇട്ടിട്ട് കഴിക്കാവുന്നതാണ്. പിന്നെ ഇത് ആ സീഡ് അങ്ങനെ തന്നെ കഴിക്കുന്നവരുണ്ട്. പക്ഷേ അങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെന്നിട്ട് അത് വയറ്റിനുള്ളിൽ ചെന്നിട്ട് അത് കുതിർത്തിട്ട് നമുക്കൊരു ബ്ലോട്ടിങ് ഫീൽ ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കുതിർത്തിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. പിന്നെ ഇത് സ്പ്രൗട്ടായിട്ട് കഴിക്കുമ്പോൾ നമ്മൾ ഒരു സ്പ്രൗട്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഭയങ്കര ജെല്ലായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വളർത്തുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു അരിപ്പയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂവിൻ്റെ പുറത്തേക്ക് നമ്മളിതിങ്ങനെ വിതറിയിടുക. ഒരു അരിപ്പയായിരിക്കും ഏറ്റവും നല്ലത്. അരിപ്പയിൻ്റെ മുകളിൽ ഒരു ലെയർ പോലെ ഇടുക. അപ്പോൾ ഈ അരിപ്പയിൽ നിന്ന് നടുഭാഗം കുഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒലിച്ച് നടുവിൽ വന്ന് കിടക്കും. അപ്പോൾ അത് ഇങ്ങനെ മുളച്ച് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. എന്തായാലും മുളയ്ക്കും, പക്ഷേ ആ ചുറ്റുമുള്ളത് ആദ്യം മുളച്ച് വരും. എന്നിട്ട് ചെറിയ ചെറിയ വേരുകൾ ഈ അരിപ്പയുടെ ഉള്ളിൽ കൂടെ വരുന്ന കാണാം. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു 2-3 സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ അരിപ്പ അതിലേക്ക് ഇറക്കി വെക്കുക. പക്ഷേ അരിപ്പയുടെ അടിഭാഗം ഒരിക്കൽ പോലും നമ്മുടെ വെള്ളത്തിൽ തൊട്ട് നിൽക്കാൻ പാടില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആ വെള്ളം പറ്റിയിട്ട് ആ ഇത് പെട്ടെന്ന് കേടായി പോകുന്ന അടിഭാഗം. അപ്പോൾ അതുകൊണ്ട് വെള്ളം തൊടാതെ അരിപ്പ അതിലേക്ക് ഇറക്കി വെക്കുക. വേര് തന്നെ ഇറങ്ങി ചെന്നിട്ട് ആ വെള്ളം എടുത്തോളും, വെള്ളത്തിൽ തൊട്ടോളും. അപ്പോൾ അത് കറക്റ്റ് ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ അത് വലിച്ചെടുക്കുള്ളൂ. അപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട, അടിയിൽ ഒരു 1-2-3 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. തന്നെ അത് പോയി അത് എടുത്ത് വളർന്നു വന്നോളും. എന്നിട്ട് അത് അധികം വളരാൻ നിൽക്കരുത്. ഇതേപോലെ 2 ഇല വരുമ്പോൾ തന്നെ നമ്മൾ നുള്ളി എടുക്കുക. എന്നിട്ട് സാലഡിലോ അങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. ഫൈബർ ധാരാളം ഈ ഇതിലും ഉണ്ട്, ഫുൾ ഫൈബറുണ്ട്, പ്രോട്ടീൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ എനർജി കൂട്ടാനും പിന്നെ നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ നല്ലതാണ്. ഇതിങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ സലാഡിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് കഴിക്കാവുന്നതാണ്. ഒരുപാട് വളരാൻ നിൽക്കല്. ഒരു കയ്പ്പ്, ഈ ഇലകൾക്ക് ഒരു കയ്പ്പ് വരും. 3-ാമത്തെ ഇല മുതൽ ഇതിനൊരു കയ്പ്പ് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്പ്രൗട്ട് ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ കഴിക്കുക. പിന്നെ ഇത് ഇങ്ങനെ നമുക്ക് നുള്ളി പറിച്ച് ഇങ്ങനെ എടുക്കാം, പെട്ടെന്ന് ഇറങ്ങി വരും. ഇനി വേരില്ലാതെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ അരിപ്പയുടെ അടിഭാഗത്ത് പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ ചീന്തി കഴിഞ്ഞാൽ ആ വേരൊക്കെ അങ്ങ് പോവും. മുകളിൽ നിന്ന് നമുക്ക് ടപ്പേന്ന് പറഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുകൊണ്ടുള്ളൊരു ദോശയുടെ വീഡിയോ ആണ് എൻ്റെ അടുത്ത വീഡിയോ. അപ്പോൾ അത് കാണാൻ മറക്കല്ലേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.